നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിൽ പരമ്പരാഗത വെടിക്കെട്ട് മാറ്റില്ലെന്ന് വ്യക്തമാക്കി ചേലക്കരയിലെ വേല കമ്മിറ്റികൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ പരമ്പരാഗത വെടിക്കെട്ട് ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിലാണ് ചേലക്കരയിലെ വേല കമ്മിറ്റികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ചാണ് പ്രത്യേക യോഗം ചേർന്നത്. ഒളിമ്പിക്സ് മാതൃകയിൽ ശബ്ദത്തിന് പ്രാധാന്യം നൽകാതെ വർണ്ണത്തിന് പ്രാധാന്യം നൽകി ക്ഷേത്രങ്ങളിലെ വെടിക്കെട്ട് കാലാനുസൃതമായി മാറ്റാനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. ഗൾഫിലിപ്പോ തൃശ്ശൂർ പൂരം നടത്തുന്നുണ്ട്. 6-7 പൂരങ്ങൾ അവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഒളിമ്പിക്സിന്റെ വേദിയിൽ വളരെ ആകർഷകമായ വർണ്ണശബളമയോടുകൂടിയുള്ള വെടിക്കെട്ട് നടത്തുന്നുണ്ട്. ഇതിന്റെ ആധുനിക ടെക്നോളജി അറിയുന്ന വിഭാഗങ്ങളെ കൂടി അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു യോഗം ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കും. ശബ്ദം കുറച്ച് വർണ്ണം കൂട്ടിക്കൊണ്ടുള്ള ഒരു വെടിക്കെട്ടിനാണ് നമ്മളിപ്പോ അതിന്റെ ടെക്നോളജി പൂർണ്ണമായിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവരെ കൂടി നമ്മൾ ശിവകാശിയിലോ അല്ലെങ്കിൽ എവിടെയോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ഇരിങ്ങാലക്കുട ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ വെടിക്കെട്ട് ഏകദേശം ഈ രൂപത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അടുത്ത ഘട്ടത്തിലുള്ള യോഗത്തിലേക്ക് അത്തരത്തിലുള്ള ടെക്നിക്കൽ നോഹോ ഉള്ള ആളുകളെ കൂടി ഇതിൽ പങ്കാളി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ 409 ക്ഷേത്രങ്ങളും കൂടാതെ സഹകരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുമുണ്ട്. എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത ചേലക്കര മഹാകാളങ്കാവ് വേല കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ പൂരക്കമ്മിറ്റിക്കാരും പരമ്പരാഗതമായി തുടർന്നു വരുന്ന രീതിയിൽ തന്നെ വെടിക്കെട്ടും മറ്റ് ചടങ്ങുകളും നടത്തണമെന്ന് ഏകകണ്ഠമായി ബോർഡിനെ അറിയിച്ചു. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ആലോചനയിലേക്ക് കടന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് വിവിധ ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അടുത്ത ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തെ കൂടി ഉൾപ്പെടുത്തി യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.